വികസന രംഗത്ത് വിഴിഞ്ഞം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ട്. കേരളത്തിന്റെ ഖജനാവിന്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ അത് ഏറ്റവും അധികം അത്തരം വാർത്തകൾ വരുമ്പോൾ സന്തോഷിക്കുന്ന ധനമന്ത്രി നമ്മോടൊപ്പം ചേരുന്നു. ഖജനാവ് എങ്ങനെയാകും ഈ വിഴിഞ്ഞം നിറയ്ക്കാൻ പോകുന്നത്? ഭാവിയിൽ ഖജനാവിലേക്കും രാജ്യത്തേക്കും സംസ്ഥാനത്തേക്കും കൂടുതൽ പണം വരും. ഇവിടെ വരുന്നതിന്റെ അത്രയും തന്നെ അതിലധികം തന്നെ കേന്ദ്ര ഗവൺമെന്റിന് വരും. പക്ഷെ ഇപ്പോഴത് വരില്ല, സമയമെടുക്കുമല്ലോ. അല്പം ഇപ്പൊ നമ്മുടെ ഖജനാവിനകത്തുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു പ്രോജക്ട് എടുക്കാൻ തയ്യാറായി കേരള ഗവൺമെന്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് കാര്യം. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഈ സമയത്താണ് ഇതിന്റെ ഇത്രയും വലിയ നിക്ഷേപം വന്നത്. ആ നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമായിരുന്നില്ല. 8,500 കോടിയോളം രൂപ ചെലവാക്കിയതിൽ 2,500 കോടി രൂപയാണ് അദാനി കൺസ്ട്രക്ഷൻ അത്രയാണ് ചെലവാക്കേണ്ടത്. ഈ പണം മുഴുവൻ സംസ്ഥാന ഗവൺമെന്റാണ് ചെലവാക്കിയത്. ഇതുകൂടാതെ നാഷണൽ ഹൈവേയുടെ കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും വേണ്ട 2,000-ലധികം കോടി രൂപയുണ്ട്. അതുൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് മുൻകൈ എടുത്ത് ചെലവാക്കുന്നത്. അത്രയും പണം ചെലവാക്കുന്നത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വലിയൊരു ബാധ്യതയായിരുന്നെങ്കിലും ഇത് കേരളത്തിന് വലിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതുകൊണ്ട് തന്നെയാണ് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ആ കാര്യം ചെയ്തത്. അതിന്റെ സന്തോഷമുണ്ട്. എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് അത്. ഇപ്പം പൂർത്തിയാവുന്നു, ആദ്യഘട്ടം പൂർത്തിയാവുന്നതിലുള്ള സന്തോഷമുണ്ട്. കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാക്കുന്ന, ലോകത്ത് പല സ്ഥലത്തേക്കും പോയിരിക്കുന്ന മലയാളികൾക്കുൾപ്പെടെ തിരിച്ചു വന്ന് കേരളത്തിൽ അവരുടെ അടുത്ത ജനറേഷൻ ഉൾപ്പെടെ ഇവിടേക്ക് വരാനും ഈ ലോകത്തിന്റെ പല സ്ഥലത്തുനിന്നും ആളുകൾ കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യാനും പറ്റുന്ന പശ്ചാത്തല സൌകര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ തുറമുഖം. അത് വലിയ മാറ്റമായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കുക. അടുത്ത വർഷങ്ങളിൽ അതിന്റെ കുതിച്ചുകയറ്റം നമ്മുടെ നാട്ടിൽ വലിയ തോതിലുണ്ടാവും. GST വരുമാനമൊക്കെ ഇപ്പൊ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് GST വരുമാനമൊന്നും ഇപ്പൊ അങ്ങനെ ഒരു വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള വലിയ തുകയൊന്നും വന്നു തുടങ്ങില്ല. അത് വാസ്തവത്തിൽ ഇതുകൊണ്ടുണ്ടാവുന്ന അനുബന്ധ വ്യവസായങ്ങൾ വരും. ഇപ്പൊ നമുക്കറിയാം, ബോംബെയും ചെന്നൈയും കൽക്കട്ടയും പോലെയുള്ള തുറമുഖ നഗരങ്ങൾ, ലോകത്തിലെ ദുബായ് പോലെ സിംഗപ്പൂർ പോലെയൊക്കെയുള്ള തുറമുഖ നഗരങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു വാണിജ്യ വ്യവസായ ഒരു കുതിച്ചാട്ടമുണ്ട്. ആ കുതിച്ചാട്ടം വരാൻ അല്പസമയമെടുക്കും. പക്ഷെ അതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ധാരാളം വ്യവസായങ്ങൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ധാരാളം സർവീസ് ഇൻഡസ്ട്രി വരുന്നുണ്ട്. പലതരത്തിലുള്ള ഇൻഡസ്ട്രിയും പലതരത്തിലുള്ള ബിസിനസ് പലതരത്തിലുള്ള ബിസിനസ് സ്വഭാവത്തിലുള്ള കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. അത് വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഇത്. അതുതന്നെയാണ് ആ രീതിയിലുള്ള വൻകിട വികസനം തന്നെയാണ്, സാമ്പത്തികത്തിനപ്പുറത്തേക്ക് വൻകിട വികസനം സാധ്യതകൾ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്, രാജ്യത്തിന് തുറന്നിടുന്നത്.